ക്യാൻസർ, കിഡ്നി, പാലിയേറ്റീവ് തുടങ്ങിയ നിർധന രോഗികൾക്ക് 10% മുതൽ 20% വരെ ടെസ്റ്റുകൾക്ക് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. ആരോഗ്യരംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം. മലബാർ മെഡിക്കൽ ലബോറട്ടറി, ചോക്കാട്, കാളികാവ്. കടുവ വീണ്ടും ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയതായി തൊഴിലാളികൾ. തിങ്കളാഴ്ച രാത്രി 50 ഏക്കറിന് സമീപത്താണ് കടുവയെ കണ്ടതായി പറയുന്നത്. തറാപ്പിൽ ജോണിയുടെ തോട്ടത്തിലേക്ക് സാധനങ്ങളുമായി വന്നവരാണ് കടുവയെ കണ്ടതായി പറയുന്നത്. കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ദൌത്യസംഘം സ്ഥലം പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. 2 കുറുനരികളെ മാത്രമാണ് കണ്ടത്. സ്ഥലത്ത് നിർമ്മാണം നടക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക് സാധനങ്ങളുമായി എത്തിയ വാഹനത്തിലെ തൊഴിലാളികളാണ് കടുവയെ കണ്ടതായി പറയുന്നത്. തിരച്ചിലിനിടെ നേരത്തെ ഈ സ്ഥലത്ത് കടുവയുടെ കാൽപ്പാടും ചിത്രങ്ങളും ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്ററോളം ദൂരത്തുള്ള 50 ഏക്കറിന് സമീപത്താണ് കടുവയെ കണ്ടത്. വനവകുപ്പ് കടുവ അല്ലെന്ന് പറയുമ്പോഴും നാട്ടുകാർ ഭീതിയിലാണ്. ഇതിനിടെ ദൌത്യസംഘം ഇപ്പോഴും കടുവയെ പിടികൂടാൻ തിരച്ചിൽ നടത്തുന്നുണ്ട്. 50 ഏക്കറുള്ള സ്ഥലത്താണ് ഇവിടെയാണ് ഇന്നലെ കടുവ കണ്ടത്. ഈ പ്രദേശത്ത് ഇവിടെ അടുത്തൊരു വീട് പണി നടക്കുന്നുണ്ട്. അവിടേക്ക് സാധനമായിട്ട് വന്ന കോഴിക്കോട് നിന്നൊരു വണ്ടിക്കാർ വന്നിരുന്നു. അവരാണ് ആ കടുവനെ കണ്ടത്. അവർ ഭയപ്പെട്ട് ഇവിടെ വീട്ടിൽ അത് അഭയം തേടിയാണ് പിന്നെ പോയതൊക്കെ. ഈ പ്രദേശത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴും വളരെ ഭയപ്പാടോടെ നിൽക്കുന്നത്. ഫോറസ്റ്റുകാരൊക്കെ തിരയുന്നുണ്ടെങ്കിലും അതിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ ക്യാമറയിൽ കണ്ടെത്തിയാൽ തന്നെ അതിനെ പിടിക്കാനോ വെടിയാക്കാനോ ഒന്നും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലാണ് ജനങ്ങളെ പരാതി. ഈ പ്രദേശത്തുകാർ ഭയങ്കര ഭയപ്പാടിലാണ് ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.